എന്താടാ പാപ്പി? അത് മുതലാളി, അത് കണ്ടില്ലേ മുതലാളി, നമ്മൾ ഇത്രയും പൈസ മുടക്കി പെരുന്നാളൊക്കെ നടത്തിയിട്ട് മുതലാളിയുടെ പേര് വളരെ ചെറുതായിട്ട്, നമ്മുടെ വികാരിയച്ഛന്റെ പേര് അതിലും വലുതായിട്ട് കിടപ്പുണ്ട്. എടാ പാപ്പി പൊട്ട, ദാ കിടക്കുന്നടാ എന്റെ മോന്റെ പേര്. അല്ല, മുതലാളിയുടെ പേര് ഞാൻ മുകളിൽ കണ്ടതാണല്ലോ. എടാ അത് എന്റെ പേരല്ല, നമ്മുടെ പള്ളിയുടെ പേരാ, സെയിന്റ് തോമസ് ചർച്ച്. ചേടാ, നമ്മുടെ പള്ളിക്കും മുതലാളിക്കും ഒരേ പേരാണല്ലേ. ഒന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ടോ? മുതലാളി, വിനിക്കുട്ടൻ ഇന്നല്ലേ മുതലാളി വരുന്നത്? എയർപോർട്ടിലേക്ക് എപ്പോഴാ പോവേണ്ടത്? ആ, അവനിങ് എത്തിക്കോളും. സന്തോഷം ഞാൻ വിട്ടിട്ടുണ്ട്, അവൻ കൊണ്ടുവന്നോളും. ആ, വൈകിട്ട് ഇവിടെ എത്തിക്കോണം, കുറച്ച് പണിയുണ്ട്. താൻ വല്ലതും കഴിച്ചോ? എങ്കിൽ അകത്ത് നിന്ന് എന്തെങ്കിലും കഴിക്കേ. ജൂലിമോളെ, പാപ്പിച്ചേട്ടൻ ഇവിടെ ഉണ്ടേ. തന്റെ ഒരു ജൂലിമോള് അലവലാതി. ചേടാ, ഇതെന്തൊരു കൂത്ത്! എന്നൊക്കെ പ്രായത്തിൽ എളുപ്പമായതുകൊണ്ടല്ലേ ജൂലിമോളെ എന്ന് വിളിച്ചത്. ദേ പാപ്പി, കൂടുതലങ്ങ് ഇളക്കല്ലേ. എങ്കിൽ പിന്നെ ഇനി ഞാൻ മിസ് ജൂലി എന്ന് വിളിക്കാം. അതേടോ, ഞാൻ ഇപ്പോഴും മിസ് ജൂലി തന്നെയാ. വീട്ടിലൊരെണ്ണം ഉണ്ടായിപ്പോയി, അല്ലെങ്കിൽ ഞാൻ മിസ് ജൂലിയെ മിസ്സിസ് പാപ്പി ആക്കിയാന്. ഏറാ മോളി പാപ്പി, ദേ എന്റെ അടുത്ത് നമ്പർ ഇറക്കാൻ വരല്ലേ. എന്നാ പിന്നെ വിട്ടുകളാ. പിന്നുക്കിട്ടം വരുന്ന ദിവസമായിട്ട് ഒന്ന് സന്തോഷത്തിലൊക്കെ നിൽക്കരുതോ? അതിന് തന്റെ ശുപാർശയൊന്നും വേണ്ട, എന്റെ കുഞ്ഞല്ലേ അവൻ. എന്നാലും എത്ര വർഷമായി അവനെ കണ്ടിട്ട്. എന്നാലും വിളിക്കുമ്പോഴെല്ലാം എന്നോടുകൂടി സംസാരിച്ചിട്ടേ ഫോൺ വെക്കാറുള്ളൂ. ഇത്തവണത്തെ നമ്മുടെ തിരുനാൾ പ്രസിദ്ധിയല്ലേ? ഇപ്രാവശ്യം വരുമ്പോൾ വിനുമോന്റെ കെട്ടുകൂടി നടത്താൻ മുതലാളിയോട് പറയണം. അതൊക്കെ മുതലാളിയുടെ മനസ്സിലുണ്ട്. നാളെ വിനുക്കുട്ടം വരുന്ന പ്രമാണിച്ച് പാർട്ടിയല്ലേ, മുതലാളി ചിലരെയൊക്കെ ക്ഷണിക്കുന്നുണ്ട്. ആ, സന്തോഷേ, അത് നമ്മുടെ വിനു അല്ലേ? അതെ അച്ഛോ, എയർപോർട്ടിൽ നിന്നുള്ള വരവാ. വിനു അല്ലേ? അതെ അച്ചു, വീട്ടിൽ വന്ന് പ്രസിദ്ധിയെ കാണാതിരിക്കുകയായിരുന്നു. കൊള്ളാം, ശരിക്കും ഒരു വിശ്വാസി തന്നെയാണ് നമ്മുടെ പ്രസിദ്ധി അല്ലേ സന്തോഷേ? ഇവിടുന്ന് പ്രാർത്ഥിച്ചു കിട്ടിയ ജീവിതം തന്നെയാണ് അച്ചു എന്റേത്. ഞാൻ പിന്നെ വരാം.
എടാ പാപ്പി, ആ ഗേറ്റ് ഒന്ന് തുറന്നു കൊടുക്കടാ. എന്നതാ വിനിക്കുട്ടാ, ലഗേജ് ഒന്നും ഇല്ലേ? എല്ലാം ഉണ്ട് പാപ്പിച്ചായ. ആ, നീ അകത്തേക്ക് ചെല്ല്. ആ സന്തോഷേ, എല്ലാം എടുത്ത് അകത്തോട്ട് വയ്ക്കേട്ടോ. എന്താ സിസ്റ്ററെ ഈ സമയത്ത്? എല്ലാവരും ഉണ്ടല്ലോ. എന്നതാ വിശേഷം? വല്ല പിരിവ് വല്ലതുമാണോ? നമ്മുടെ സൺഡേ സ്കൂളിന്റെ ഭാഗമായി ഈ ക്രിസ്മസ് ആഘോഷത്തിന് പാവപ്പെട്ടവർക്ക് ഓരോ ക്രിസ്മസ് ഗിഫ്റ്റ് കൊടുക്കണമെന്നുണ്ട്. അതിന് തോമസ് ചേട്ടനെ പോലുള്ളവരുമല്ലോ സഹായിക്കും. എടാ സന്തോഷേ, ഇന്നത്തെ പത്രത്തില് സർക്കാർ എന്തോ കൊടുക്കുന്നെന്നോ പട്ടിണിയില്ലാത്ത ക്രിസ്മസ് എന്നോ ഒക്കെ കണ്ടല്ലോ. നീ കണ്ടില്ലേ? വിനു ഇവിടെ ഉണ്ടായിരുന്നോ? ഞാനിന്ന് എത്തിയുള്ളൂ സിസ്റ്റർ, കയറിയിരിക്കും. ആ, നിങ്ങൾ തമ്മിൽ സംസാരിക്കേ, ഞാനൊന്ന് നോക്കട്ടെ. എന്താ സിസ്റ്റർ കാര്യം? അത് ചെറിയൊരു സഹായം. നമ്മുടെ ഇടവകയിലെ കുട്ടികൾക്ക് ഒരു ക്രിസ്മസ് ഗിഫ്റ്റ്. അത് നല്ല കാര്യമല്ലേ? നമ്മൾ മാത്രം ആഘോഷിച്ച ക്രിസ്മസ് ആവോ? ഞങ്ങളും അതാണ് ചിന്തിച്ചത്. വിനുവിനാൽ ആകുന്ന ചെറിയ സഹായം അതാണ്. സിസ്റ്റർ, ഈ പ്രോഗ്രാമിന് എന്ത് ചെലവ് വരുമെന്ന് പറഞ്ഞാൽ മതി, ഞാൻ ചെയ്തോളാം. അതുപോലെ എല്ലാവരും അകത്തേക്കിരിക്കും. മോന്റെ നല്ല മനസ്സിന് എന്നും നല്ലതേ വരൂ. ഈശോയെ. ഇത് ആരാണെന്ന് മനസ്സിലായോ? വിനു പണ്ട് തള്ളിയിട്ടിട്ടുള്ള ആ കുട്ടിയാണ്. നാളെ വൈകിട്ട് ഞാനൊരു പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നിന്റെ ഈ വരവ് നാലാൾ അറിയണം. അത് വേണോ? വേണം. ഒരു പീസ് ഇടട്ടെ മോനെ? വേണ്ട. പണ്ട് ചില അവന്മാര് എന്നോട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് മകനെ വളർത്താൻ അറിയില്ല എന്ന്. ഇന്ന് നീ എവിടം വരെ എത്തിയെന്ന് നാലാളെന്ന് കാണട്ടെ.
സമയത്ത് ഈ പാപ്പിച്ചായൻ എങ്ങോട്ടേ പായുന്നേ? അയ്യോ, ഇതാരാ നമ്മുടെ ക്രിസ്റ്റി സാറോ? ഞാൻ നമ്മുടെ തോമസ് മലാന്റെ വീട്ടിലേക്ക് പോവുകയാ. എങ്കിൽ കയറിക്കോ, ഞാനും അങ്ങോട്ടാ. ക്രിസ്റ്റി സാർ ഇപ്പൊ തിരുവനന്തപുരത്താണല്ലേ? അതെ അതെ. പോലീസ് എന്നൊക്കെ പറഞ്ഞാ ക്രിസ്റ്റി സാറിനെ പോലെ ഇരിക്കണം ഇപ്പോഴത്തെ കുറെ ഈർക്കിലി പിള്ളേര്. പാപ്പിച്ചേട്ടൻ പഴയ പാപ്പിച്ചേട്ടൻ തന്നെ. ഓ പിന്നെ, സാർ ഇത്ര വലിയ SP ആയിട്ട് നമ്മളെയൊക്കെ ഓർത്തല്ലോ. മുതലാളി, നമ്മുടെ ക്രിസ്റ്റി സാറ് വന്നിട്ട്. ആണോ? എന്താ ഇവിടെ? നമ്മുടെ വെനിക്കുട്ടൻ വിളിച്ചിട്ട് വന്നതാ. അത് ശരി. പണ്ട് ഞങ്ങൾ തമ്മിലൊന്ന് ഉരസിയിട്ടുള്ളതാ. പിന്നെ നമ്മുടെ ഐസക് സാറാ അതൊന്ന് സെറ്റിൽ ചെയ്തത്. ആ, വരണം വരണം ക്രിസ്റ്റി സാർ. പിന്നെ കുറെ നാളായല്ലോ ഇങ്ങോട്ടൊക്കെ ഒന്ന് കണ്ടിട്ട്. തോമസ് ചേട്ടൻ പറഞ്ഞത് ശരിയാ. ഇതൊക്കെ തന്നെ ഇപ്പോ വിനു പറഞ്ഞത് കൊണ്ടാ. ഓ, നമ്മുടെ വിനിക്കുട്ടനെ ക്രിസ്റ്റി സാറൊക്കെ ആയിട്ടാ കൂട്ട്. അല്ല, വിനിക്കുട്ടൻ എവിടെ? അവനൊന്ന് പുറത്തേക്ക് പോയതാ. ഇപ്പോഴിങ്ങെത്തും. അവന്റെ ഒരു സുഹൃത്ത് തിരുവല്ലക്കാരൻ, വലിയ കോടീശ്വരനാ. ഇപ്പൊ USA വന്നിട്ടുണ്ട്. മിക്കവാറും പുള്ളിയെ കാണാൻ പോയതായിരിക്കും. ശരിയാ മുതലാളി, പാർട്ടിക്ക് കൂട്ടിക്കൊണ്ടുവരാൻ പോയതായിരിക്കും. ആ, ക്രിസ്റ്റി സാറും പാർട്ടി കഴിഞ്ഞേ പോകാവൂ. തോമസ് ചേട്ടൻ എന്നെ ക്രിസ്റ്റീന്ന് വിളിക്കാം. ഓക്കെ ഓക്കെ, ഇരിക്കൂ. മുതലാളിയെ, സഹായത്തിന് ആളെത്തി തുടങ്ങി. ആരാ? നമ്മുടെ LC ടീച്ചർ, റിട്ടയർഡായ. അത് തന്നെ. ഇപ്പോഴും പള്ളിയിൽ വേദോപദേശമൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. ഉണ്ടായിരുന്ന ഒരു പയ്യനെ പഠിപ്പിച്ച് പള്ളിയിൽ അച്ഛനാ. സ്നേഹനിലയത്തിലെ LC ടീച്ചറാണോ? അതെ അതെ. ക്രിസ്റ്റി ഇവിടെ ഉണ്ടായിരുന്നോ? ടീച്ചറോ? അകത്തേക്ക് വാ ടീച്ചർ. എന്തായാലും ടീച്ചറിനെ കാണാൻ സാധിച്ചല്ലോ. ആ, ടീച്ചറോ? സുഖം തന്നെയല്ലേ ടീച്ചറെ? പാപ്പി, നിന്നോട് പറഞ്ഞ കാര്യം പോയി ചെയ്. വാ ടീച്ചർ, അകത്തേക്ക് വാ. വിനു? ഓ, അവൻ വന്നതിന്റെ വലിയ തിരക്കിലാ. ഇന്ന് തന്നെ വലിയൊരു പാർട്ടി അറേഞ്ച് ചെയ്തിരിക്കുക. വിനുവിന് ഏറ്റവും വേണ്ടപ്പെട്ട ടീച്ചറല്ലേ? വിനു അങ്ങോട്ട് വരുമായിരുന്നല്ലോ. ടീച്ചർ എന്തിനാ വെറുതെ നടന്ന് കഷ്ടപ്പെട്ടത്? വിനു വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞതാ. എന്തിനാ വെറുതെ? പിന്നെ തോമസ് ചേട്ടനൊന്ന് കാണാമെന്ന് കരുതി. എന്താ ടീച്ചറെ, കാശിന് വല്ല ആവശ്യമുണ്ടോ? എന്റെ ക്രിസ്റ്റി സാറേ, അവൻ അല്ലേലും ഇങ്ങനാ. ആരേലും എന്തേലുമൊക്കെ ചോദിക്കും. ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ കൊടുത്തില്ലെങ്കിൽ അവന് ഉറക്കം വരികയില്ല. അതിന് ടീച്ചർ കാശൊന്നും ചോദിച്ചില്ലല്ലോ. അല്ല, ഞാൻ വിനുവിന്റെ കാര്യം പറഞ്ഞതാ. വിനുവും എന്റെ മകനും എനിക്ക് ഒരുപോലെയാ. അവന് എന്റെ മോൻ ജസ്റ്റിൻ എന്ന് പറഞ്ഞ ജീവനാ. വിനുവിനെ ഒന്ന് കാണണം, അത്രേ ഉള്ളൂ. അല്ല ടീച്ചറെ, അറിയാൻ പാടില്ലാത്തത് കൊണ്ട് ചോദിക്കുക. ടീച്ചർക്ക് ആകെ ഒരു മകനല്ലേ ഉള്ളൂ. അതിനെ അച്ഛൻ പഠിക്കാൻ വിട്ടിട്ട് ഈ വയസ്സുകാലത്ത് ഇങ്ങനെ കഷ്ടപ്പെടേണ്ട വല്ല കാര്യമുണ്ടോ? എനിക്ക് ജീവിക്കാൻ എന്റെ പെൻഷൻ തന്നെ ധാരാളം. പിന്നെ എന്റെ മോൻ, അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവൻ തിരഞ്ഞെടുക്കുമ്പോൾ ഞാൻ എന്തിനു തടയണം? അവൻ എന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു അമ്മയെ മാത്രമേ നോക്കാൻ പറ്റുമായിരുന്നുള്ളൂ. ഇന്ന് ഒരുപാട് അമ്മമാരുടെ തണലാണവൻ. ടീച്ചർ വേദോപദേശം പഠിപ്പിച്ച് എന്റെ മകനും ഒരച്ഛനായി പോകുമോ എന്ന് ഞാൻ പേടിച്ചിരിക്കുകയായിരുന്നു. അല്ല, ടീച്ചർ പഠിപ്പിച്ച ആരും മോശമായി പോവില്ലെന്ന് ഇപ്പൊ മനസ്സിലായല്ലോ. ഊവേ, മനസ്സിലായി. ആ, അവര് വന്നെന്ന് തോന്നുന്നു.
ടീച്ചറിന്റെ അച്ഛൻ കുഞ്ഞും എത്തിയല്ലോ. ക്രിസ്റ്റി സാർ വരുമെന്ന് വിനു പറഞ്ഞിരുന്നു. തോമസ് ഏട്ടന് സുഖം തന്നെയല്ലേ? ഓ, സുഖമൊക്കെ തന്നെയാ. നീ അച്ഛനെ കൊണ്ടുവരാനാണോ പോയത്? തോമസ് ചേട്ടൻ നിന്റെ മൾട്ടിമില്ലർ ഫ്രണ്ടിനെയാ ഉദ്ദേശിച്ചത്. അച്ഛനേക്കാളും വലിയ ഫ്രണ്ട് ഉണ്ടോ? എല്ലാവർക്കും ചായ മതിയല്ല അല്ലേ? ജൂലി ഇവിടെ ഉണ്ടായിരുന്നോ? എങ്കിൽ ഞാനൊന്ന് സഹായിച്ചോട്ടെ. ആ, എന്നാ നിങ്ങൾ ഇരിക്കേ, ഞാനൊന്ന് ഹോട്ടലിലേക്ക് ചെല്ലട്ടെ. പാർട്ടി ഹോട്ടലിൽ വെച്ചാണോ? അതെ, നമ്മുടെ നിലയ്ക്കും വിലയ്ക്കും യോജിച്ച രീതിയിലുള്ള പാർട്ടി നടത്തണമല്ലോ അച്ചോ. അല്ലാതെ ചുമ്മാ നേർച്ചച്ചോറ് വിളമ്പുന്നത് പോലെ ചെയ്യാൻ പറ്റുമോ? ഇടയ്ക്ക് നേർച്ച ചോറും നൽകുന്നത് നല്ലതാണ്. എന്റെ പൊന്നച്ചോ, ടീച്ചറായിട്ട് പിന്നെ വേദോപദേശം പഠിപ്പിച്ച് ആരെ കണ്ടാലും സഹായിക്കണം എന്ന രീതിയിലാക്കിയിട്ടുണ്ട്. ഇനി അച്ഛനായിട്ട് ഇവനെ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് പള്ളിയിലേക്ക് കൊണ്ടുപോകരുത്. ഡാഡി പ്ലീസ്. അതിന് ഞാനൊരു തമാശ പറഞ്ഞതല്ലേ അല്ലേ ക്രിസ്റ്റി സാറേ? ആ, ഞാനും ചില തമാശകൾ പറയാം. പറയട്ടെ? സാറെന്തിനാ കണ്ടവർക്ക് വേണ്ടി വർത്തമാനം പറയുന്നേ? പണ്ടേ എനിക്ക് പള്ളിയും പള്ളിപ്പടിപ്പും ഒന്നും പഥ്യമല്ല. എല്ലാം വെറുതെയാ, വെറും ഷോ. കാശിന് കാശ് തന്നെ വേണ്ട സാറേ. പണത്തിനൊരു ചെറു വിരൽ പോലും അനക്കാൻ കഴിയാത്ത സന്ദർഭങ്ങളുണ്ട്. ഓ പിന്നെ, ദാ നമ്മുടെ പാപ്പിയും പറയുന്നത് അവനും വലിയ പുണ്യാളനാന്നാ. അതേടോ, ഈ നിൽക്കുന്ന രണ്ടുപേരും തന്റെ പുണ്യാളന്മാരാ. ഇവരില്ലായിരുന്നെങ്കിൽ താനും തന്റെ മോനും ഇങ്ങനെ നിൽക്കില്ല. തന്റെ കയ്യിലെ കാശിന്റെ ബലത്തിലല്ല, ഈ പാവൻ ടീച്ചറിന്റെ ഔദാര്യത്തിലാണ് തന്റെ ഈ മകൻ ഇതെല്ലാം നേടിയത്. തനിക്ക് ഓർമ്മയുണ്ടോ 15 വർഷങ്ങൾക്ക് മുമ്പ് തനിക്കൊരു ആക്സിഡന്റ് ഉണ്ടായത്? തന്റെ മകൻ തന്നെ തീർക്കാൻ ചെയ്തതാടോ തോമസ് മുതലാളി. നീ ആരായാലും ശരി, ഇപ്പൊ ഇറങ്ങണം ഇവിടെ നിന്ന്. ടീച്ചറെ, അവൻ വിനുവിനെ കുറിച്ച് പറഞ്ഞത് കേട്ടില്ലേ? എന്റെ മോൻ എന്നെ കൊല്ലാൻ ശ്രമിച്ചെന്ന്. മറന്നു കളയൂ തോമസ് ഏട്ടാ. ക്രിസ്റ്റി ദേഷ്യത്തിന് എന്തോ പറഞ്ഞു. നീ എന്തിനാ വിഷമിക്കുന്നേ? എന്റെ മോനെ എനിക്ക് അറിഞ്ഞുകൂടെ? നീ വിഷമിക്കണ്ട. ഡാഡി, ക്രിസ്റ്റി സാർ പറഞ്ഞത് സത്യമാണ് ഡാഡി. ഡാഡി, പക്വതയില്ലാത്ത പ്രായത്തിൽ അറിയാതെ പറ്റിപ്പോയ തെറ്റാണ് ഡാഡി. എന്നോട് ക്ഷമിക്കൂ ഡാഡി. തോമസ് ഏട്ടൻ വാ, നമുക്കൊന്ന് നടക്കാം. ഇല്ലച്ചോ, എനിക്കിനി ഒന്നും വയ്യ. തോമസ് ഏട്ടൻ വിഷമിക്കരുതെന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പോൾ എനിക്ക് തോന്നുന്നു നടന്നതെന്ന് തോമസ് ഏട്ടൻ അറിയുന്നതാണ് നല്ലതെന്ന്. വരൂ.
കടലിന് പലപ്പോഴും പല മുഖങ്ങളാണ്. ചിലപ്പോൾ വളരെ ശാന്തം, മറ്റു ചിലപ്പോൾ രാക്ഷസഭാവം. അല്ലേ തോമസ് ഏട്ടാ? തോമസ് ഏട്ടൻ വിനുവിന് ആവശ്യത്തിലേറെ സൗകര്യങ്ങൾ നൽകിയാണ് തോമസ് ഏട്ടൻ അവനെ സ്നേഹിച്ചത്. തോമസ് ഏട്ടന്റെ തിരക്ക് പിടിച്ച ജീവിതത്തിന്റെ വിനുവിന്റെ ഡാഡി എന്നാൽ പണം കായ്ക്കുന്ന മരമായിരുന്നു. അതവന്റെ മാത്രം കുറ്റമല്ലല്ലോ. 16 വയസ്സ് കഴിഞ്ഞ ഒരു ടീനേജ് പയ്യന് അവന്റെ അപ്പൻ വച്ചു നീട്ടിയ സൗഭാഗ്യങ്ങളെല്ലാം അവന് നൽകിയ സ്നേഹമാണെന്ന് മനസ്സിലാക്കാനുള്ള പക്വതയില്ലല്ലോ, പാകതയില്ലല്ലോ. തോമസ് ഏട്ടാ, വിനുവിനെ ഞാൻ കാണുമ്പോൾ അവനെന്ന് പറഞ്ഞാൽ ആരെയും കൂസാത്ത പണത്തിന് ധാരാളം ആളുകളുള്ള, കുറെ കൂട്ടുകാരുള്ള വലിയൊരു ഹീറോ. അതായിരുന്നു വിനു. വിനു, നീ എങ്ങോട്ടാ? ഞാൻ പള്ളിയിലേക്ക്. ശരി. ഇനി പ്രേയർ സോങ്. എല്ലാവരും കൈകൂപ്പി നിൽക്കുക. ചൈതന്യമേ പുണ്യം വഴിയം നിൻ കാരുണ്യദർശനം ഇന്നും നീ ഞങ്ങളെ തൂകിടണം. പിന്നെ എന്താ നീ ഇവിടെ നിൽക്കുന്നെ? എന്താ പള്ളി കയറാത്ത? ടീച്ചർ വന്നപ്പോ താമസിച്ചു. അതിന് അടുത്ത ആഴ്ച മുതൽ നേരത്തെ പള്ളി വന്നോളണം. ചെല്ല്, അസംബ്ലിയിലേക്ക് ചെല്ല്. നിങ്ങളോട് ഇനി പ്രത്യേകിച്ച് പറയണോ? ചൈതന്യമേ പുണ്യം വഴിയം നിൻ കാരുണ്യം. നീ ലേഡി ടീച്ചറോട് ഞാൻ പുറത്തേക്ക് പറഞ്ഞു കൊടുത്ത്. അതെ, ഇനി ഞാൻ പുറത്തുനിന്നാ പിന്നെയും പറയും. നീ തൂട്ടി പറഞ്ഞു കൊടുക്കണി. അമ്മേ, ഒരു പടത്തിന് പോയാലാ? അതിന്റെ കാശുണ്ടോ? ചെവിനു അവിടെ പോയി കിടക്കണം. പോണ്ടേ? കാശിട്ടിയ നീയാടാ ഞങ്ങളുടെ ഹീറോ. വിനു, എന്താ ഇത്? അത് നീ കക്കാന് തുടങ്ങിയോ? എവിടെ നിന്ന് എടുത്തടാ ഇത്? മോഷ്ടിക്കുന്നോ? നിനക്കിവിടെ എന്തിന്റെ കുറവാടാ? എനിക്ക് തരാനില്ലല്ലോ. നീ എവിടെ നിന്ന് എടുത്തടാ? നീ എഴുന്നേക്കടാ ഇങ്ങോട്ട്. എഴുന്നേക്കി. എവിടെന്നാ നീ കാശെടുത്ത്? ഓട്ടിച്ച് നിന്റെ ഓ എനിക്കിങ്ങനെ ഒരു ഡാഡിയെ വേണ്ട.
എന്താ വിനു ആകെ വേർത്തിട്ടുണ്ടല്ലോ? സാരമില്ല ടീച്ചർ. അയ്യോ വിനു എന്റെ കാലും പൊട്ടിയിട്ടുണ്ടല്ലോ. കുഴപ്പമില്ല ടീച്ചർ. വാ നമുക്ക് വീട്ടിൽ പോവാം. നമുക്ക് മരുന്ന് വെച്ചിട്ട് വരാം. ഞാൻ വീട്ടിൽ പോയി മരുന്ന് വെച്ചോളാം ടീച്ചർ. നിന്നോടല്ലേ വരാൻ പറഞ്ഞ? വിനു, അയ്യോ നിന്റെ കാല് പൊട്ടിട്ടുണ്ടല്ലോ. ജസ്റ്റിൻ, വിനുവിനെ വീട്ടിലേക്ക് കൊണ്ടാ, മരുന്ന് വെക്കാം. കുഴപ്പമൊന്നുമില്ല വിനു. ടീച്ചർ ടീച്ചർ എന്നെ പോലീസ് ടീച്ചർ, എന്നെ രക്ഷിക്കണം. എന്താ വിനു ഈ പറയുന്നത്? പോലീസിനെ എന്തിനാ വിനു പേടിക്കുന്നത്? ഞാൻ എന്റെ ഡാഡിയെ എന്നെ രക്ഷിക്കണം ടീച്ചർ. ടീച്ചർക്ക് എന്നെ ഓർമ്മയുണ്ടോ? ക്രിസ്റ്റി അല്ലേ ഇത്? എസ് എ എന്നൊക്കെ ഞാൻ അറിഞ്ഞിരുന്നു. എല്ലാം ടീച്ചറിന്റെ കൂടി അനുഗ്രഹം കൊണ്ടാണ്. അകത്തേക്ക് വരൂ. അല്ല ടീച്ചർ, വലിയ പറമ്പിൽ തോമസ് ഇല്ലേ? തോമസ്, ആ തോമസിന്റെ മകൻ വിനു ഇവിടെ വന്നിരുന്നു. എന്തു പറ്റി? ചെക്കനൊരു കുരുത്തക്കേട് ഒപ്പിച്ചു. അവൻ അവന്റെ അപ്പന്റെ വണ്ടിയുടെ ബ്രേക്ക് ഒന്ന് കളഞ്ഞു. തോമസ് ഏട്ടനിപ്പോ? ആ, കുറച്ചു പേർക്കുണ്ട്. വലിയ പ്രശ്നമൊന്നുമില്ല. വിനുവാണ് ചെയ്തതെന്ന് ക്രിസ്റ്റിക്ക് ഉറപ്പുണ്ടോ? ഞാൻ കണ്ടതല്ലേ. എന്റെ വണ്ടിക്ക് മുമ്പിലാ കക്ഷി വന്ന് ചാടിയത്. ആ, വിനു അകത്തുണ്ടോ? ക്രിസ്റ്റി, വിനു അകത്തുണ്ട്. കുഞ്ഞിന്റെ കാലിന് ചെറുതായി പൊട്ടിയിരിക്കുവാ. ടീച്ചറെ, തന്തക്ക് പണി കൊടുക്കുന്ന ചെക്കനാ. ദൈവത്തിന്റെ ഓരോ കളികളെ. കഴിഞ്ഞ ആഴ്ച ആ തോമസ് എന്റെ അടുത്ത് വന്ന് ഷൈൻ ചെയ്തതാ. ഇതറിയുമ്പോ അയാളുടെ ഷൈനിങ് ഒന്ന് എനിക്ക് കാണണം. ക്രിസ്റ്റി, മനസ്സിലുള്ള വൈരാഗ്യം പാവം കുഞ്ഞിന്റെ മേൽ തീർക്കരുത്. അല്ല ടീച്ചർ, ഞാൻ സത്യം പറഞ്ഞതാ. ക്രിസ്റ്റി അകത്തേക്ക് വാ, നമുക്ക് അവനോട് സംസാരിക്കാം. വിനു, ഇവിടെ വാ. വിനുവിനോട് വരാനല്ലേ പറഞ്ഞത്? ഇവിടെ വരൂ. വിനു, നീ എന്തിനാ അത് ചെയ്തത്? അത് ഞാൻ എന്റെ ഡാഡിയോടുള്ള ദേഷ്യത്തിൽ ചെയ്തു പോയതാണ്. കേട്ടില്ലേ ടീച്ചറെ ചെക്കന്റെ കയ്യിലിരിപ്പ്? ഇവനൊന്നും നന്നാൻ പോകുന്നില്ല. കുറച്ചു നാള് അകത്ത് കിടന്നാലേ ഇവനൊക്കെ നന്നാവൂ. ടീച്ചർ എന്നെ രക്ഷിക്കണം ടീച്ചർ. ക്രിസ്റ്റി, തോമസ് ഏട്ടന് ഇതറിഞ്ഞാൽ അയാൾക്ക് സഹിക്കാൻ കഴിയുകയില്ല. അയാളെ കുറിച്ച് ആളുകൾ എന്തൊക്കെ പറഞ്ഞാലും അയാൾക്ക് ഇവൻ ജീവനാണ്. അയാളിത് താങ്ങില്ല. ഇവനും കുഞ്ഞല്ലേ, ഒരു തവണ ഒന്ന് ക്ഷമിച്ചുകൂടെ? ടീച്ചർ ഇതെന്താ പറയുന്നത്? ഞാൻ തെറ്റിന് കൂട്ടുനിൽക്കണമെന്നാണോ? തെറ്റിന് കൂട്ടുനിൽക്കാനല്ല, ഈ കുഞ്ഞിന് പ്രായശ്ചിത്തത്തിനുള്ള ഒരു അവസരം നൽകാനാണ്. ടീച്ചർ എന്നെ വിഷമത്തിലാക്കരുത്. എനിക്ക് വിനുവിനെ കൊണ്ടുപോയേ പറ്റൂ. ക്രിസ്റ്റിക്കൊരു പ്രതിയാണ് ആവശ്യമെങ്കിൽ എന്റെ മകനെ കൊണ്ടുപോയിക്കോളൂ. വേണ്ട വേണ്ട ടീച്ചർ, ഞാൻ പോയിക്കോളാം. വിനു, ടീച്ചർ ഇല്ലായിരുന്നെങ്കിൽ നീ ഇന്ന് ലോക്കപ്പില. ഞാൻ ഇറങ്ങുന്നു ടീച്ചർ.
മോനെ, നിന്റെ മമ്മിയും ഞാനും കൂട്ടുകാരായിരുന്നു. എനിക്കറിയാം നിന്റെ ഡാഡി എന്തുമാത്രം അവളെയും നിന്നെയും സ്നേഹിച്ചിരുന്നെന്ന്. നീ എന്ന് പറഞ്ഞാൽ നിന്റെ ഡാഡിക്ക് ജീവനാണ്. ആളുകൾക്ക് അഹങ്കാരിയായ തോമസ് വലിയ പറമ്പിനെ അറിയൂ. എന്നാൽ നിന്റെ മമ്മിയുടെ മരണക്കിടക്കിൽ നിന്നെയും ചേർത്ത് പിടിച്ച് എന്ത് ചെയ്യണമെന്നറിയാതെ വിതുമ്പി നിൽക്കുന്ന തോമസ് ഏട്ടന് നിന്റെ ഡാഡിയെ എനിക്കറിയാം. ടീച്ചർ, എനിക്കിനി ജീവിക്കണ്ട ടീച്ചർ. എനിക്ക് മരിച്ചാ മതി. എനിക്ക് എന്റെ ഡാഡിയെ ഫേസ് ചെയ്യാൻ പറ്റില്ല ടീച്ചർ. എനിക്ക് നിന്നെ മനസ്സിലാവും. നീ മുഖം കഴുക, നമുക്കൊരിടം വരെ പോകാം. നീ ചെയ്ത തെറ്റിനുള്ള ഏറ്റവും വലിയ പ്രായശ്ചിത്തം ഇനിയുള്ള ജീവിതകാലം മുഴുവൻ നീ നിന്റെ ഡാഡിയെ സ്നേഹിക്കുക എന്നതാണ്. അതിനുള്ള ഒരുക്കമാക്കണം ഈ കുമ്പസാരം. നീ പ്രാർത്ഥിക്ക് നല്ലൊരു കുമ്പസാരത്തിനായി. ഞാൻ അച്ഛനെ വിളിച്ചുകൊണ്ടുവരാം. ആ കുമ്പസാരക്കൂടിൽ നിന്നിറങ്ങുമ്പോൾ തോമസിന്റെ വിനിക്കുട്ടൻ പുതിയൊരാളായിരുന്നു. കൈകളിൽ കാസയുമായി നിൽക്കുന്ന വൈദികനെ നോക്കുമ്പോൾ അവൻ്റെ കണ്ണുകളിൽ ഞാനുണ്ടോ ആ സന്തോഷമുണ്ടല്ലോ, അതെന്നെ കൊണ്ടു നിർത്തിയത് ഈ തിരുവസ്ത്രത്തിനുള്ളിലാണ്. അവനിന്ന് ഏറ്റവും വലുത് നിങ്ങളാണ് തോമസ് ഏട്ടൻ. അറിയില്ല അച്ചോ. അവൻ വളർന്ന് ഓരോ പടവുകൾ താണ്ടുമ്പോഴും ഞാൻ കരുതി അതെല്ലാം എൻ്റെ കഴിവ് കൊണ്ടാണെന്ന്. ഒന്നുമില്ലച്ചോ, എല്ലാം ആ എൽസി ടീച്ചറിന്റെ കാരുണ്യമാണെന്നറിയുമ്പോൾ ഞാനൊന്നുമല്ലാത്തതുപോലെ ആയി പോകുന്നു. കൈവിട്ടു പോകുന്ന ബന്ധങ്ങൾ തിരിച്ചറിയാൻ കണക്കൂട്ടലുകൾക്കാവില്ല. അതിന് ഹൃദയങ്ങൾ തമ്മിലുള്ള ബന്ധം മതി, സ്നേഹം മതി. ബിനുവിനോട് തോമസ് ഏട്ടന് ക്ഷമിക്കാൻ കഴിയില്ല. അവൻ എൻ്റെ അല്ലേ അച്ചോ, അവൻ എൻ്റെ അല്ലേ അച്ചോ, അവൻ എൻ്റെ അല്ലേ അച്ചോ. അച്ചോ, നമുക്ക് പോകാം. അവൻ വല്ലാതെ വിഷമിക്കുന്നുണ്ടാവും. ഒന്നും പറയണ്ട, നീ എന്റെ മിനിക്കുട്ടല്ലടാ. ടീച്ചറെ, ഞാൻ എപ്പോഴോ ചെയ്ത പുണ്യത്തിന്റെ ഫലമാണ് എന്റെ വിനുവിന് ഇതുപോലൊരു ടീച്ചറെ കിട്ടിയത്. ഈ വഴിവിളക്കിന്റെ ചോട്ടിൽ ഇത്തിരി നേരം നിന്നതിന്റെ പുണ്യമാണ് ഇന്നത്തെ എന്റെ വിനു. ചെയ്തു പോയ എല്ലാ തെറ്റുകൾക്കും മാപ്പ്. ഒരുപാട് നന്ദിയുണ്ട്, മനസ്സിൽ ഒരുപാട് നന്ദിയുണ്ട്.
ഈശോയെ പറഞ്ഞു കൊടുക്കുന്ന ഒരു പാവം ടീച്ചറമ്മ. അതാണ് തോമസ് ഏട്ടാ ഞാൻ. അത് നൽകുന്ന സന്തോഷം, അത് വിനുവിനെ പോലെ കുറേ നല്ല മക്കളെ എനിക്ക് നൽകി. അതിലും വലിയ നന്മ വേറെയുണ്ടോ? എന്റെ ഈശോയെ, എന്റെ മോൻ ഒരുപാട് അമ്മമാർക്ക് അത്താണിയാകുമ്പോൾ ഈ അമ്മയെ നോക്കാൻ എന്റെ വിനു ഉണ്ടാവും. അത് നല്ല ആളുകളാ. അവിടെ പാർട്ടിയൊക്കെ വെച്ചിട്ട് ആളുകൾ എത്തി തുടങ്ങി. ആ സമയത്ത് ഇവിടെ എല്ലാരും കടൽ കാണാന്നില്ല. അത് പിന്നെ പാപ്പിച്ചായ, ഇവിടെ നിന്ന് തോമസ് ചേട്ടനൊരു നിധി കിട്ടി. ആ നിധിയോ? വെറുതെ കളി പറയാതെ. ഞാൻ പാപ്പിച്ചായനോട് കളി പറയോ? എന്നാ നിങ്ങ ചെല്ലി, ഞാനിന്ന് കാറ്റ കൊണ്ടിട്ട് വരാം. എടോ പാപ്പി, ഇനിയെങ്കിലും തനിക്കൊന്ന് നന്നായി കൂടെടോ.